إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകുകയാണ്. ഇന്നിത് 6ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 6 ദിവസങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നന്നായി ഇബാദത്ത് ചെയ്യാൻ, റമദാൻ എന്നുള്ള അതിൻ്റെ പോരിശകൾ മനസ്സിലാക്കി നമ്മുടെ ആരാധനകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുക. അവസാനം വരേക്കും നന്നായി പരിശ്രമിക്കാൻ അള്ളാഹുവിനോട് തൗഫീക്കിനെ നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുക. ഇനി സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ശരിയാം വിധത്തിൽ ഇനിയും തുടങ്ങിയിട്ടില്ല എങ്കിൽ, ഒരുപാട് കുറവുകൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുക, വളരെ ഗൗരവമുള്ള കാര്യമാണ്. പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുകയും നമ്മൾ യാതൊന്നും അതിൽ നേടിയെടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് കേവലം ഒരു ലാഭം നഷ്ടമായി പോകും എന്നുള്ള കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കാരുണ്യം അത്തരക്കാരിൽ നിന്നും അകലട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവരില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലൊരു മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കയറുകയാണ്. അതിൻ്റെ 1ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ അവിടെ ആമീൻ എന്ന് പറയുന്നുണ്ട്. ആരാണ് ദുആ ചെയ്തതെന്ന് സഹാബത്ത് കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമീൻ മാത്രമാണ് അവർ കേൾക്കുന്നത്. 2ാമത്തെ പടിയിലേക്ക് ചവിട്ടി കയറിയപ്പോൾ അവിടുന്ന് വീണ്ടും ആമീൻ പറയുകയാണ്. 3ാമത്തെ പടിയിലും അവിടുന്ന് ആമീൻ തുടർന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഇതാ ഓരോ പടി ചവിട്ടുമ്പോഴും ആമീൻ എന്ന് പറയുന്നുണ്ടായി, എന്താണ് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്ന ഈ 3 കാര്യങ്ങളും നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു, എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും അവൻ്റെ മാതാപിതാക്കളെ അവൻ്റെ ജീവിതകാലത്ത് ശരിയായ രൂപത്തിൽ നോക്കാനുള്ള അവസരം അള്ളാഹു നൽകി, അവരിൽ ഒരാളെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. പക്ഷെ അവൻ മാതാപിതാക്കളോട് ആ നല്ല നിലക്ക് വർത്തിച്ചിട്ടില്ല, അവരോട് നല്ല നിലക്ക് പെരുമാറിയിട്ടില്ല. അങ്ങനെ ലഭിക്കാവുന്ന ആ സ്വർഗം അവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെയുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അകറ്റിക്കളയട്ടെ എന്നാണ്. ആമീൻ പറയുക നബിയെ എന്ന് ജിബ്രീലാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു. 2ാമത്തെ പടിയിൽ കയറിയപ്പോൾ നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ, ആരെങ്കിലും താങ്കളുടെ പേരുച്ചരിക്കുന്നത് കേട്ടിട്ട്, താങ്കളെക്കുറിച്ച് പരാമർശിക്കുന്നത് കേട്ടിട്ട് താങ്കളുടെ പേരിൽ ഒരുവൻ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറയാൻ, അവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിക്കളയട്ടെ, ആമീൻ പറയുക നബിയെ. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞു എന്ന. 3ാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇതാ നമ്മളിപ്പോൾ സന്നിഹിതരായിട്ടുള്ള ഈ റമദാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആർക്കെങ്കിലും റമദാൻ മാസം ലഭിച്ചു, മൻ അദ്റക ശഹ്റ റമദാൻ, ആർക്കെങ്കിലും റമദാൻ മാസത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അനേകം പേർക്ക് നൽകിയില്ല. റമദാനിന്റെ തൊട്ടു മുമ്പുള്ള മണിക്കൂർ വരെ
നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഈ റമദാൻ മാസം കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. മൻ അദ്റക ശഹ്റ റമദാൻ, ആർക്കെങ്കിലും ഈ റമദാൻ മാസത്തിൽ അവൻ സന്നിഹിതനാകാൻ സാധിച്ചു, ഫലം യുഗ്ഫർ ലഹു, എന്നിട്ടും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് നേടാൻ സാധിച്ചിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ ഫദഖല അന്നാർ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഫഅബഅദഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അകറ്റിക്കളയട്ടെ എന്ന. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എമ്പാടും മഗ്ഫിറത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു മാസമാണത്. അതിന്റെ പകലിൽ നോമ്പെടുക്കുന്നവനെ കുറിച്ച് പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. പിന്നീട് രാത്രി നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമദാനിന്റെ രാവിൽ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഏറ്റവും ഖൈറുള്ള ദിനങ്ങൾ ഇതിന്റെ അവസാനത്തിൽ വരാനിരിക്കുകയാണ്. അതിലുള്ളൊരു രാത്രിയുണ്ട്, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ്. ഇങ്ങനെയെല്ലാമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പകലും രാവുമെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ വേണ്ടി മണിക്കൂറുകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. അവനൊന്നും നേടിയിട്ടില്ല, ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവന്റെ പഴയ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാപങ്ങളിൽ നിന്നും തൗബ ചെയ്തിട്ടില്ല, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ല. പഴയ ജീവിതത്തിൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, എത്ര വലിയ നഷ്ടമാണ് അക്കൂട്ടർക്കുള്ളത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ചെയ്തത്. ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ ആർക്കെതിരെയാണ് ദുആ ചെയ്തത് അക്കൂട്ടരിൽ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സാധിക്കുന്ന അത്ര സഹോദരങ്ങളെ ഈ മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. കഴിഞ്ഞ മാസം പോലെ ആകാൻ പാടില്ല ഇത്. കഴിഞ്ഞ മാസങ്ങളിൽ രാവുകളെ പോലെ അല്ല ഇത്. ഭക്ഷണത്തിന്റെ മാസമല്ല ഇത്, പാനീയങ്ങളുടെ മാസമല്ല ഇത്. ഇബാദത്തുകളുടെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്, ദുആയുടെ മാസമാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ ഇതിലുള്ള ഓരോ മണിക്കൂറുകളെയും നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. അതല്ല എങ്കിൽ പിന്നീട് വലിയ രൂപത്തിലുള്ള ഖേദം നമുക്കുണ്ടാകും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ 183 മുതൽ 187 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കണം. റമദാനുമായി ബന്ധപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ആ നോമ്പിന്റെ വിധിവിലക്കുകൾക്കിടയിൽ 186-ാമത്തെ ആയത്തിൽ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് അവിടെ വിഷയം മാറ്റുകയാണ്. ദുആഇനെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ നിങ്ങൾ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബി, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറയണം ഫഇന്നി ഖരീബ്, ഞാനിതാ സമീപസ്ഥനാണ്, ദുആ ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ തന്നെ ഞാനുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്തവന്റെ, എന്നോട് പ്രാർത്ഥിച്ചവന്റെ ദുആക്കിത ഞാൻ ഉത്തരം നൽകുന്നതാണ്. ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ, അവർ എൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കട്ടെ, എന്നിൽ കൃത്യമായി വിശ്വസിക്കട്ടെ, എങ്കിൽ അവർ സന്മാർഗം പ്രാപിക്കുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ വിശദീകരിച്ചു. റമളാനിന്റെ ആയത്തുകൾക്കിടയിൽ ദുആഇന്റെ ഈ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത് വ്യഥാ കൊണ്ടുവന്നതല്ല. അതിന് വളരെ കൃത്യമായ ബന്ധമുണ്ട്. റമളാൻ എന്ന് പറയുന്നത് ദുആഇന്റെ മാസമാണ്. റമളാൻ എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറിന്റെ, പാപമോചനങ്ങളുടെ മാസമാണ് എന്നറിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു വർഷത്തിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള കുറവുകൾ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള കുറവുകൾ, അത് പരിഹരിക്കാൻ അല്ലാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഓരോരുത്തരും ഇത് കാണേണ്ടതുണ്ട്. ഇനി ഒരു അവസരം നമ്മളിൽ ഓരോരുത്തർക്കും കിട്ടിയെന്ന് വരികയില്ല. യാതൊരു ഉറപ്പും സഹോദരങ്ങളെ, ചെറുപ്പക്കാർക്കോ പ്രായമുള്ളവർക്കെന്നോ എന്നൊരു വ്യത്യാസമില്ലാതെ ഒരുറപ്പും ഒരാർക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ഈ മാസത്തെ ദുആ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും നമ്മൾ ധന്യമാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവനിൽ ഉണ്ടാകേണ്ട അനിവാര്യമായ ഒരു ഗുണമാണ് അവൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവനായിരിക്കണം എന്നുള്ളത്, അള്ളാഹുവിനോട് പാപമോചനം തേടണമെന്നുള്ളത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് 2 പ്രശ്നമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിർബന്ധമാക്കിയ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിലെത്രയെല്ലാം ശ്രദ്ധിച്ചാൽ പോലും വീഴ്ചകൾ വരുത്തുന്നവനാണ് അവൻ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ മേൽ നിഷിദ്ധമാക്കിയ ഒരുപാട് പരിധികളുണ്ട്. പലപ്പോഴും പിശാചിന്റെ പ്രേരണകളാലോ അതല്ലെങ്കിൽ സ്വന്തം നഫ്സിന്റെ ദുർമന്ത്രങ്ങൾ കാരണത്താലോ ആ പരിധികളെല്ലാം ലംഘിക്കുകയും ഹറാമുകളിൽ വീഴുകയും ചെയ്യുന്നവനാണ് ഓരോ മനുഷ്യരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. കുല്ലു ബനി ആദം ഖത്താ, എല്ലാ മനുഷ്യരും തിന്മകൾ ചെയ്യുന്നവരാണ്, അതിലൊരാളും ഒഴിവില്ല. എല്ലാവർക്കും അവനവൻ അറിയുന്ന തിന്മകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ആ തിന്മകളിൽ നിന്നും സദാ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം എന്നുള്ളത്. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇന്ന ലികുല്ലി ദാഇൻ ദവാ, നിശ്ചയം എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്, മരുന്നുണ്ട്. വ ഇന്ന ദവാ അദ്ദുനൂബി അൽ ഇസ്തിഗ്ഫാർ, തീർച്ചയായും തിന്മകളുടെ മരുന്നെന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളതാണ്. ആ രോഗത്തിന്റെ മരുന്ന് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളതാണ്. മഹാനായ ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇന്ന ഹാദൽ ഖുർആൻ യദുല്ലുക്കും അലാ ദാഇക്കും വദവാഇക്കും, തീർച്ചയായും ഈ ഖുർആൻ നിങ്ങളുടെ രോഗത്തെക്കുറിച്ചും നിങ്ങളുടെ രോഗശമനത്തെക്കുറിച്ചും കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഫഅമ്മ ദവാഉക്കും, നിങ്ങളുടെ രോഗം എന്ന് പറയുന്നത് ഫദ്ദുനൂബ്, അറിയുക അത് തിന്മകളാണ്. വഅമ്മ ദവാഉക്കും ഫലിസ്തിഗ്ഫാർ, എന്നാൽ അറിയുക ആ തിന്മകൾക്കുള്ള ആ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്നത് അത് ഇസ്തിഗ്ഫാർ ആണ് എന്ന് വളരെ കൃത്യമായി നമ്മുടെ സലഫുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ എന്നുള്ള ഗുണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്? എന്താണ് പാപമോചനം എന്ന് പറയുന്നത്? സഹോദരങ്ങളെ, നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നതോടൊപ്പം അതിന്റെ രേഖ പോലും അവിടുന്ന് മായ്ച്ചു കളയുക എന്നുള്ള മഹത്തരമായ നേട്ടമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. നമ്മുടെ തിന്മയുടെ കടലാസിൽ അത് ഉണ്ടാവുകയില്ല എന്നാണ്. ഇസ്തിഗ്ഫാർ തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരികയും നിങ്ങളുടെ തിന്മയുടെ രേഖയിൽ നിന്നും അത് മായ്ച്ചു കളയുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇസ്തിഗ്ഫാർ തേടാൻ നമ്മോട് പലതവണ കൽപ്പിച്ചിട്ടുണ്ട്. വസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു തആല പറയാൻ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്, അങ്ങേയറ്റം കരുണയുള്ളവനാണ്. നിങ്ങൾ നിരാശയടാൻ പാടില്ല. നിങ്ങളുടെ തിന്മയുടെ വലുപ്പം അനുസരിച്ച് നിരാശ അടയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു തരും. അല്ലാഹു തആല പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ മുവഹിദാവുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. വസ്തഗ്ഫിർ ലിദംബിക്, ഇനി നിനക്ക് സംഭവിച്ചു പോകുന്ന പാപങ്ങളുണ്ട്, അതിൽ നിന്നും നീ ഇസ്തിഗ്ഫാർ തേടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുപോലെ സഹോദരങ്ങളെ, ഖുർആനിൽ മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് കാണാം, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ അത്താഴ സമയത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, റബ്ബിനെ അനുസരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങൾ, അവർ ദുനിയാവിൽ പാപങ്ങൾ ചെയ്യാത്തവരല്ല, അവർ പാപങ്ങൾ ചെയ്യുന്നവർ തന്നെയായിരുന്നു. പക്ഷേ ആ മുത്തഖീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇടയായ അവർക്കൊരു ഗുണമുണ്ടായിരുന്നു. അല്ലാഹു തആല അത് പറയുന്നുണ്ട്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, ഇതാ ദുനിയാവിൽ ചില തിന്മകൾ, ഫാഹിഷത്ത് വളരെ മ്ലേച്ഛപ്പെട്ട വ്യഭിചാരമായിരിക്കാം, പലിശയായിരിക്കാം, അങ്ങനെയുള്ള മദ്യമായിരിക്കാം, ഹറാമുകൾ ഏതുമായിരിക്കാം, അത് ചെയ്തു കഴിഞ്ഞു, ഔളലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം കാണിക്കുന്ന ഏതൊരു പാപവും ഒരാൾ ചെയ്തു, ദക്കറുല്ലാഹ്, അവൻ ആ പാപത്തിൽ ഉറച്ചു നിന്നില്ല, ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അവൻ ഓർത്തു, അങ്ങനെ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവൻ ഇസ്തിഗ്ഫാർ ചെയ്തു. പാപങ്ങൾക്ക് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായി പാപമോചനം ചെയ്താൽ അല്ലാഹു തആല പറയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാനുള്ളത് എന്ന് പറഞ്ഞിട്ട് മുത്തഖീങ്ങളുടെ, സ്വർഗവാസികളുടെ ഗുണത്തെക്കുറിച്ച്, വിശേഷണത്തെക്കുറിച്ച് സഹോദരങ്ങളെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ എന്നുള്ള ഗുണം അത് മുറുകെ പിടിക്കേണ്ട കാര്യമാണ്. ഇനി നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന അവന്റെ മഹത്തരമായ കാരുണ്യത്തിന്റെ വാക്കുകൾ പാപത്തിൽ മുങ്ങിക്കുളിച്ച ആളുകളോട്, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം, ആരെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു, അക്രമങ്ങൾ ചെയ്തു, സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, പിന്നീട് അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ, അവൻ അല്ലാഹുവിനെ അങ്ങേയറ്റം പൊറുക്കുന്നവനായിട്ടും അങ്ങേയറ്റം കാരുണ്യമുള്ളവനായിട്ട് തന്നെ അവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു എന്നുള്ള ദേഷ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നില്ല, അവന്റെ കാരുണ്യം പൂട്ടിവെക്കുന്നില്ല, അവന്റെ മഗ്ഫിറത്ത് ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും നിങ്ങൾ റബ്ബിനെ തിരിച്ചറിഞ്ഞൊരു ദിവസം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനായി, അങ്ങേയറ്റം കാരുണ്യമുള്ളവനായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഖുദ്സിയായ ഒരു ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. യബ്ന ആദം, അല്ലാഹു വിളിക്കുകയാണ്, മനുഷ്യരെ, ലൗ ബലഗ്ത ദുനൂബുക് അനാന സമാ, നിങ്ങളുടെ പാപങ്ങൾ ആകാശം മുട്ട എത്തിയിട്ടുണ്ടെങ്കിലും, നിങ്ങൾ പാപങ്ങൾ ചെയ്ത് ചെയ്ത് ആകാശം മുട്ട നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും, സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗഫർതു ലക വലാ ഉബാലി, ഞാനത് നിങ്ങൾക്ക് പുറത്തു തരും. ഈ പാപങ്ങളൊന്നും ഞാൻ പരിഗണിക്കുകയില്ല, ഈ പാപങ്ങളൊന്നും ഞാൻ വിലവെക്കുകയില്ല. നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തരും, പാപമോചനം തരും. ആദം, അതുപോലെ മനുഷ്യ, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഭൂമി നിറയെ തിന്മകളുമായി നീ എന്റെ അടുക്കലേക്ക് വന്നു. സുമ്മ ലഖൈതനി ലാ തുശ്രികു ബിഹി ഷൈആ, എന്നിൽ ശിർക്ക് ചെയ്യാത്തവനായിക്കൊണ്ട്. ശിർക്ക് ചെയ്താൽ സഹോദരങ്ങളെ അള്ളാഹു പാവങ്ങൾക്ക് പുറത്തു തരികയില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനായിട്ടോ സഹായം തേടുന്നവനായിട്ടോ ഭരമേൽപ്പിക്കുന്നവനായിട്ടോ ഏതെങ്കിലും രൂപത്തിലുള്ള ശിർക്ക് നിൽ സംഭവിച്ചാൽ ഇസ്തിഗ്ഫാർ നീ പ്രതീക്ഷിക്കരുത്, അള്ളാഹു തആല നൽകുകയില്ല. എന്നാൽ തൗഹീദുള്ളവനായിക്കൊണ്ട് പാപങ്ങൾ എത്രയുണ്ടായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നീ ചെന്നെത്തിയാൽ, ലഅതൈതുഹാ ബിഖുറാബിഹാ മഗ്ഫിറ, ഇതാ ഭൂമി നിറയെ പാപമുണ്ടെങ്കിൽ അത്രയും മഗ്ഫിറത്തുമായി, പാപമോചനവുമായി റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എന്ന് വളരെ കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്. പിന്നീട് പാപങ്ങളിൽ നിന്നും നമുക്ക് എന്ത് തടസ്സമാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ എന്തു തടസ്സമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത്? എന്നാൽ നമ്മൾ വളരെ കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് ഈ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ കേവലം നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്ന ഒരു വാചകത്തിനല്ല ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറിന്റെ വാചകമാണ്. മറിച്ച് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ നീ അള്ളാഹുവിനോട് ഞാനിതാ ഈ പാപങ്ങളിൽ നിന്നും റബ്ബേ മഗ്ഫിറത്ത് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാപങ്ങൾ നീ പൂർണ്ണമായി നീ ഉപേക്ഷിച്ചിരിക്കണം. നിന്റെ ഖൽബിൽ നിന്ന് ഉപേക്ഷിക്കണം. നിന്റെ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പാപങ്ങളാണെങ്കിൽ അത് നീ ഉപേക്ഷിക്കണം. ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി നീ ഖേദത്തോടുകൂടി അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണം. അങ്ങനെ പറയുന്നവർക്കുള്ള ഉപകാരങ്ങളാണ്, പറയുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് നാം മുകളിൽ കേട്ടത്. അതല്ലാതെ സഹോദരങ്ങളെ പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പാപങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടായിക്കൊള്ളണമെന്നില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം ഈ വിഷയത്തിൽ ഗൗരവമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, അൽ മുസ്തഗ്ഫിറു മിൻ ദബ്ബിൻ, ആരെങ്കിലും ഒരു പാപത്തിനെ തൊട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, വഹുവ മുഖീമുൻ അലൈഹി, എന്നാൽ അവനാകട്ടെ ആ പാപത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, ഒഴിവാക്കിയിട്ടില്ല, ആ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, കൽ മുസ്തഹ്സിഉ ബിറബ്ബിഹി, തന്റെ റബ്ബിനെ പരിഹസിക്കുന്ന ഒരുവനെ പോലെയാണത്. അവനിത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നുണ്ട്, പക്ഷേ തിന്മ ഒഴിവാക്കുന്നില്ല, അത് ഒഴിവാക്കാൻ ഒട്ടൊരു മനസ്സുമില്ല. എത്രയെല്ലാം അവസരം, എങ്ങനെയൊക്കെ അവസരം കിട്ടിയാൽ അപ്പോഴൊക്കെ തിന്മ ചെയ്യണമെന്നുള്ള ചിന്തയുമായി നടക്കുകയാണ് സഹോദരങ്ങളെ, അത് ഇസ്തിഗ്ഫാർ ആവുകയില്ല. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് സമാനമായ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇസ്തിഗ്ഫാറു ബിലാ ഇഖ്ലാഇൻ തൗബത്തുൽ കദ്ദാബീൻ, ഇതാ പാപത്തിൽ നിന്നും വിരമിക്കാതെയുള്ള ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് അത് കള്ളന്മാരുടെ ഇസ്തിഗ്ഫാറാണ്, കള്ളന്മാരുടെ തൗബയാണ്, അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാൻ. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, അസ്തഗ്ഫിറുല്ലാ, അള്ളാഹു എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോൾ ആരോടാണ് നമ്മൾ പറയുന്നത്? ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു യജമാനനോടാണോ? നമ്മെക്കുറിച്ച് അറിയാത്ത, നമ്മുടെ രഹസ്യം അറിയാത്ത, നമ്മുടെ ഖൽബിന്റെ അകത്തരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അറിയാത്ത ഒരുവനോടാണോ നമ്മൾ ചോദിക്കുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് നമ്മൾ എന്താണ് മനസ്സിൽ ചിന്തിച്ചു വെച്ചിട്ടുള്ളത്, നമ്മൾ എന്താണ് പ്ലാനുകൾ ചെയ്തു വെച്ചിട്ടുള്ളത്, എന്താണ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, എല്ലാം കൃത്യമായി അറിയുന്ന ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ, ഹൃദയങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയുന്ന റബ്ബിനോടാണ് അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നുള്ള ബോധ്യം നമുക്ക് വേണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല എന്ന തീരുമാനത്തോടുകൂടി അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മൾ പറഞ്ഞാൽ സഹോദരങ്ങളെ, മുകളിൽ പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അള്ളാഹുവിന്റെ മുർഹമത്തും നമുക്ക് ലഭിക്കുന്നതാണ്, അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ പാപമോചനവും നമുക്ക് ലഭിക്കുന്നതാണ് എന്നതിൽ സംശയം വേണ്ട. മാത്രമല്ല സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ടുള്ള ഇസ്തിഗ്ഫാർ നമ്മൾ തേടിയാൽ അത് ആഖിറത്തിന് മുമ്പ് തന്നെ ദുനിയാവിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ അൽ താബിഈ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹത്തിനോട് ഒരാൾ വന്ന് പരാതിപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഒരാൾ പരാതിപ്പെടുകയാണ്, യശ്കു അൽ ജദബ്, അവിടെ വലിയ ദാരിദ്ര്യമുണ്ടായി, അവിടെ വലിയ വരൾച്ചയുണ്ടായിരിക്കുകയാണ്, ആ നാട്ടിൽ മഴയൊന്നും ലഭിക്കുന്നില്ല, അങ്ങേയറ്റത്തെ വരൾച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പരാതി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറില്ലാ, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടൂ, അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞു.
രണ്ടാമത്തെ വ്യക്തി വന്ന് ചോദിച്ചു, ഇതാ ദാരിദ്ര്യമാണ്, വീട്ടിൽ ഒന്നുമില്ല, വെക്കാനൊന്നുമില്ല, ദാരിദ്ര്യത്തിൽ ഇങ്ങനെ കഴിയുകയാണ്, എന്താണ് ചെയ്യുക? ദേഹത്തോടും അയാൾ പറയുകയാണ്, മഹാനായ താബിഈ പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുക എന്ന് പറഞ്ഞു. മൂന്നാമതൊരാൾ വന്നു, അയാളുടെ പരാതി അയാൾക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളാകുന്നില്ല എന്നുള്ളതാണ്, സന്താനമില്ല എന്നുള്ളതാണ് അയാളുടെ പരാതി. അയാളോടും മഹാനായ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞത് ഇസ്തഗ്ഫിറില്ലാ, നീ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണമെന്നുള്ളതാണ്. വേറൊരാൾ ചോദിച്ചു, എന്താണ് താങ്കൾ എല്ലാവരോടും ഒരേ ഉത്തരമാണല്ലോ പറഞ്ഞത്, വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്, മറുപടി ഒന്നായിരുന്നു, ഇസ്തഗ്ഫിറില്ലാ, എല്ലാവരോടും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാനാണ് പറഞ്ഞത്. അദ്ദേഹം ഖുർആൻ ഒരു ആയത്ത് ഓതുകയാണ്. ഏതാണ് ആയത്ത്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ ആയത്ത്, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക, ഇന്നഹു കാന ഗഫാറ, അവൻ അങ്ങേയറ്റം പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ്. അത് ആഖിറത്തിൽ നമ്മൾ അറിയുന്നതായിരിക്കും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ദുനിയാവിലിതാ സമൃദ്ധമായ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചെയ്യുന്ന രാജ്യക്കാർക്ക്, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നാട്ടുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു കൊടുക്കും. വയുംദിദുകും ബി അംവാലിൻ വബനീൻ, ഇതാ സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പോഷിപ്പിക്കുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ, അതുപോലെ സമൃദ്ധമായ തോട്ടങ്ങളും സമൃദ്ധമായ അരുവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉണ്ടാക്കി നൽകുമെന്നുള്ളത് ഇതാ ഖുർആനിൽ സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അല്ല, പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അലയുന്ന ആളുകളുണ്ട്, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കച്ചവടം ഒരു നിലക്ക് എത്താത്ത ആളുകളുണ്ട്, പല രൂപത്തിലെ ബുദ്ധിമുട്ടുകളുണ്ട്, കല്യാണം കഴിഞ്ഞ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. സഹോദരങ്ങളെ, മിക്ക പ്രശ്നങ്ങളുടെയും മിക്ക മുസീബത്തുകളുടെയും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പാപങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ പാപങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്ന ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറുകൾ ഈ പറയുന്ന എല്ലാ മുസീബത്തുകളെയും എല്ലാ ആപത്തുകളെയും ഇല്ലാതാക്കി തീർക്കുകയും ജീവിതം മനോഹരമായി തീരുകയും ചെയ്യുമെന്നുള്ളത് ഇസ്തിഗ്ഫാറിന്റെ ദുനിയാവിൽ തന്നെ ലഭിക്കുന്ന നേട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ സമയത്തും നമുക്ക് ഇസ്തിഗ്ഫാർ തേടാവുന്നതാണ്, അതിന് പ്രത്യേക സമയമില്ല. എന്നാൽ ചില സമയങ്ങൾ ആ സമയത്ത് ഇസ്തിഗ്ഫാർ തേടിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നുള്ളത് കാണാൻ സാധിക്കും. അതിൽ പെട്ടതാണ് തിന്മ സംഭവിച്ച ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത്. ഒരാൾക്കൊരു തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ സഹോദരങ്ങളെ അവൻ വുളു എടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ തേടിയാൽ ഉടനെ തന്നെ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്താലും നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. ഇതാ നോക്കൂ, നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണ രൂപത്തിലൊന്നും നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുതയാണ്. അതിന് റബ്ബിനോട് കുറവ് വരുത്തിയതിന് നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്, അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുകയാണ്. ഹജ്ജിന്റെ വേളയിലും നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുന്നത് കാണാൻ സാധിക്കും. ഇനി നോക്കൂ സഹോദരങ്ങളെ, രാത്രി മുഴുവൻ നമ്മൾ നിസ്കരിച്ചിട്ടും അവസാനം നമ്മൾ ചോദിക്കുന്നത് എന്താണ്? വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. ആരെ കുറിച്ചാണ് പറഞ്ഞത്? രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിച്ചതിന് ശേഷവും അതിന്റെ ഉജുബിലല്ല, ഞാനൊക്കെ ഒരുപാട് ചെയ്തു, ആളുകളെ കുറങ്ങുന്ന സമയത്തും ഞാൻ വലിയ നിസ്കാരക്കാരനായി മാറി, ഞാൻ വലിയ സൽക്കർമ്മം ചെയ്യുന്ന ആളായി മാറി എന്ന സ്വന്തത്തെ കുറിച്ച് അത്ഭുതം കൂറുകയല്ല, കുറവുകൾ വരുത്തിയതിന് ഇസ്തിഗ്ഫാർ തേടുകയാണ്. എത്ര തന്നെ ഇബാദത്തുകൾ ചെയ്താലും സഹോദരങ്ങളെ, അള്ളാഹു ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരം വെക്കാനായി നമ്മുടെ ദുനിയാവ് മുഴുവൻ നമ്മൾ സുജൂദ് ചെയ്താൽ പോലും അത് മതിയാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ ചെയ്താലും അത് നിർവഹിച്ചാലും ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കുന്നാ നഅദ്ദു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദ് 100 مرة رب اغفر لي وتب علي إنك أنت التواب الرحيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ ഇരുന്നാൽ തന്നെ 100ഓളം പ്രാവശ്യം അവിടുന്ന് ഇസ്തിഗ്ഫാർ തേടുമെന്നാണ്. റബ്ബി ഇഗ്ഫിർ ലി, അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, വതുബു അലൈ, എനിക്ക് തൗബ നൽകണമേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം തൗബ ചെയ്തു തരുന്നവനും അതുപോലെ അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. 100ഓളം പ്രാവശ്യം പറയും എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സഹീഫത്തിൽ നമ്മുടെ ഏടുകളിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരുപാട് ഇസ്തിഗ്ഫാർ ഉള്ള ഏടുകൾ അതുള്ളവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ
സാധിക്കുന്ന സമയത്തൊക്കെ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കുക, പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അതിൻ്റെ മോചനം തേടുന്നതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് വേണ്ട നന്മകളെല്ലാം ചോദിക്കേണ്ട, ദുആ ചെയ്യേണ്ട, ദുആ വർദ്ധിപ്പിക്കേണ്ട മാസം കൂടിയാണ് റമളാൻ മാസം എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നോമ്പുകാരനായിരിക്കുന്ന സമയം മുഴുവനും ചോദിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശിഷ്യ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും സമയം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മസ്ജിദിലേക്ക് നേരത്തെ എത്തിയ ഒരാൾക്ക് ഇസ്തിഗ്ഫാറും അതുപോലെയുള്ള ദുആകളും വർദ്ധിപ്പിക്കാവുന്നതാണ്. അതുപോലെ സാധിക്കുന്ന സമയത്തൊക്കെ സഹോദരങ്ങളെ നമ്മൾ നന്നായി ദുആ ചെയ്യാൻ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഇതാ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് ദുആ ചെയ്യാതെ ഇബാദത്തിൽ നിന്നും അഹങ്കാരം കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട് നാളെ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഉത്തരം എന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ആവശ്യമുള്ളതെല്ലാം ദുആ ചെയ്തു കൊള്ളുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ലൈസ ശൈഉൻ അക്രമു അലല്ലാഹി തആല മിനദ് ദുആ. അള്ളാഹുവിങ്കൽ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ആദരണീയമായ ഒന്ന് അത് ദുആയാണ്. അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായ കാര്യമാണ് ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, സലുല്ലാഹ മിൻ ഫദ്ലിഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും വേണ്ടുവോളം ചോദിച്ചു കൊള്ളുക. ഫഇന്നല്ലാഹ അസ്സ വജൽ യുഹിബ്ബു അൻ യുസ്അൽ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളവനാണ്. അള്ളാഹുവിന് അങ്ങേയറ്റം പ്രിയമാണ്. നമ്മൾ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ഓരോന്നായി എണ്ണി ചോദിക്കുന്നത് റബ്ബിന് ഇഷ്ടമാണ്. എന്നു മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നഹു മൻ യസ്അലില്ലാഹ് യഗ്ളബു അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവന് നേരെ കോപിക്കുമെന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ നിലക്കുള്ള ദുആയും നമ്മൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണത്. ഒരു ഹദീസിൽ കാണാം, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീം, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്, അങ്ങേയറ്റം ആദരണീയനായവനാണ്, ഔദാര്യവാനാണ് എന്ന് കാണാം. യസ്തഹി മിൻ അബ്ദിഹി, ഒരടിമയോട് അവൻ ലജ്ജിക്കുന്നു. ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സുഫ്രാ, അവൻ രണ്ട് കരങ്ങളും അള്ളാഹുലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ സംപൂജ്യനാക്കിക്കൊണ്ട് ഒന്നും നൽകാതെ മടക്കുക എന്നുള്ളത് അള്ളാഹു ലജ്ജിക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദുആ കൃത്യമായി ചെയ്താൽ ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പുള്ള കാര്യമാണ്. നമുക്കതിൽ യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചേക്കും, ഞാൻ പല കാര്യങ്ങളും ദുആ ചെയ്തിട്ട് അതേപോലെ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത്. സഹോദരങ്ങളെ, ദുആക്ക് ഉത്തരം കിട്ടുന്ന അതിനൊരു രീതിയുണ്ട്. ആ രീതി ശാസ്ത്രം നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ ധാരാളം ദുആ ചെയ്യുന്നവരായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞ കാര്യമാണത്. നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നത് ഒന്നുകിൽ ഇമ്മ അൻ തുഅജ്ജല ദഅവതുഹു, അവന്റെ ദുആക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും. എത്രയോ അനുഭവമുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. നമ്മൾ ചോദിച്ച കാര്യം ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. ചില സമയത്ത് ഇമ്മ അൻ യദ്ഖിറഹ ലഹു ഫിൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദിച്ച കാര്യം ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. കാരണം അള്ളാഹുവിന് ഹിക്മത്തുണ്ട്. ഈ ചോദിച്ച ഈ കാര്യം അത് അവന് ചിലപ്പോൾ ദുനിയാവിൽ നൽകിയാൽ അത് അവൻ നന്നാവുകയില്ല. അതുകൊണ്ട് ആഖിറത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിവെക്കും. അതുകൊണ്ട് ചോദിക്കുന്ന കാര്യമൊന്നും പാഴാകുന്നില്ല, ആഖിറത്തിൽ അതുണ്ട്. മൂന്നാമത് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ തിന്മകൾ, എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ അവന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, അവന് വരാനുണ്ടെങ്കിൽ അത് ഈ ദുആ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമെന്നുള്ളതാണ്. ഇത് കേട്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ ധാരാളക്കണക്കിന് ദുആ ചെയ്യുക തന്നെ ചെയ്യും. നുക്സിർ, ഞങ്ങൾ ധാരാളം ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉത്തരം നൽകുന്നവനുമാണ് എന്നറിയിക്കുകയാണ്. അതുകൊണ്ട് ദുആ ചെയ്താൽ നമുക്കൊരു നഷ്ടമില്ല. നമ്മൾ മനസ്സിലാക്കണം, ദുആ എന്ന് ചെയ്യുന്ന കാര്യം തന്നെ ഇബാദത്താണ്. ഉത്തരം കിട്ടുന്നത് കാര്യം വേറെയാണ്. നീ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അള്ളാഹു പുറത്തു തരണമേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, സ്വർഗ്ഗം നൽകണമേ എന്ന് പറയുന്നതിന്റെ ആത്മാർത്ഥമായ തേട്ടം തന്നെ ഇബാദത്താണ്. അത് തന്നെ പ്രതിഫലാർഹമാണ്. ദുആക്കുള്ള ഉത്തരം വേറെയാണ് എന്ന് സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുക. എന്നാൽ ഈ ദുആ ചെയ്യുന്ന ആളുകൾ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളിൽ
എത്രയോ ആളുകൾ ഹതഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ എന്ന് അവരെ കുറിച്ച് പറയണം. അള്ളാഹു ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും ആ പ്രാർത്ഥനകൾ അള്ളാഹുലേക്ക് മാത്രം സമർപ്പിക്കാതെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ദുആ ചെയ്യുന്നവരെ കാണാൻ സാധിക്കും. അവരിങ്ങനെ കൈകൾ കൂപ്പുന്നത് കാണാൻ സാധിക്കും. അവരുടെ കണ്ണുനീരുകൾ പൊഴിക്കുന്നത് കാണാൻ സാധിക്കും. ആരോടാണ് അവർ ചോദിക്കുന്നത്? എന്നോ മരിച്ചുപോയിട്ട് ഖബറിൽ കിടക്കുന്ന വ്യക്തികളോട്, ഏതോ ദേശങ്ങളിൽ വസിക്കുന്ന നമ്മളെക്കുറിച്ച് അറിയുക പോലും ഇല്ലാത്ത ഏതോ മനുഷ്യരോട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ ഖുർആനിൽ വിലക്കിയിട്ടുള്ളത്. വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനോടൊപ്പം ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. അപ്പൊ നോക്കൂ, നബിയോട് പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ ഇബാദത്തുകളിൽ മറ്റൊരാൾക്കും പങ്കു ചേർക്കുകയില്ല എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, എന്നാൽ ഇതാ സാധുക്കളായ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. സഹായം തേടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഏതൊരു കാര്യമാണോ പ്രാർത്ഥനയായിട്ട് അവർ ചൊല്ലുന്നത് അത് തന്നെയാണ് അവർ സഹായ തേട്ടമെന്ന് പറഞ്ഞ് ചൊല്ലുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മമ്പുറം തങ്ങളെ കാക്കണേ. നോക്കൂ സഹോദരങ്ങളെ, ഇതായന് ബദർ ദിനം വരാൻ പോകുകയാണ്. റമളാനിന്റെ 17 ഇതാ അവരിതാ ആ പ്രാർത്ഥിക്കുകയാണ്. ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ തെറ്റുകൾക്കും പുറത്തു തരാൻ ഉണ്ടായിട്ട് അല്ലാഹു അല്ലാതെ പുറത്തു തരാൻ ആരുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ട് അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന, പ്രാർത്ഥനകൾ ഉയർത്തുന്ന ആളുകൾ എത്ര വിഡ്ഢികളാണ്, എത്ര ഖേദകരമാണ് അവരുടെ അവസ്ഥ. നാളെ നരകത്തിൽ ശാശ്വതമായി കഴിയാനുള്ള അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാവുക, ഇസ്തിഗ്ഫാറുകൾ അല്ലാഹുവിനോട് മാത്രം ആവുക. അതല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചോ സഹായം തേടിയോ ചെയ്താൽ ഈ കാണുന്ന സകല അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ദുആ ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടുകൂടി നമ്മൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടുകൂടിയാണ്. അല്ലാഹു ഉത്തരം തരാൻ സാധ്യതയില്ല എന്ന രൂപത്തിലാണ് നീ ചോദിക്കുന്നത് എങ്കിൽ ഇത് കിട്ടാൻ സാധ്യതയില്ല. നീ ചോദിക്കുന്നത് വലിയ കാര്യമാണ്, സാധ്യതയില്ല എന്ന രൂപത്തിലാണ് നീ ചോദിക്കുന്നതെങ്കിൽ നിനക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് നീ ഉറപ്പോടുകൂടി അള്ളാഹു നൽകുമെന്ന് ഉറപ്പോടുകൂടി നീ ചോദിക്കണം. അതുപോലെ ശ്രദ്ധയോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടുകൂടി ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധയോടുകൂടി ദുആ ചെയ്യുന്ന ഒരുവന്റെ ദുആക്ക് ഉത്തരം നൽകുകയില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, ഹറാമുകളിൽ നിന്നും ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്നും വിശിഷ്യ നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമായ സമ്പാദ്യം അതുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള സാധ്യത വഅന്നാ യുസ്തജാബു ലിദാലിക്, അല്ലാഹു തആല എങ്ങനെയാണ് അവന് ഉത്തരം നൽകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം ഏതുമാകട്ടെ, ഏത് നിലക്കുള്ളതാകട്ടെ, കച്ചവടമാകട്ടെ, ജോലിയാകട്ടെ, എന്താകട്ടെ, സഹോദരങ്ങളെ, ഹറാമായ ഒരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി വരാൻ പാടില്ല എന്ന് ഉറപ്പുണ്ടാകണം. എങ്കിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുകയുള്ളൂ എന്ന ബോധ്യം നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുറവുകൾ പുറത്തു തരികയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തരമായ ഈ മാസത്തിൽ നമുക്ക് ഇസ്തിഗ്ഫാർ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖബർ അത് അല്ലാഹു തആല റൗളത്തു മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ പൂന്തോപ്പാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാളെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك من علم لا ينفع، اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعاء لا يستجاب لها يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.